പാപ്പ പറയുന്നു, ദൈവവിളികളെ യുവജനങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ സഭയിലെ മറ്റ് സേവനങ്ങളിലേക്കോ ഉള്ള ദൈവവിളികളെ യുവജനങ്ങൾ ഭയപ്പെടരുത്. അതുപോലെ വിവാഹം ചെയ്യാനും കുടുംബം സ്ഥാപിക്കാനും ഭയപ്പെടരുത്. യേശുവിന്റെ ശിഷ്യർ എപ്പോഴും സമകാലികരായിരുന്നു. കടന്നുപോകുന്ന കാലത്തിന്റെ തടവുകാരായിരുന്നില്ല അവർ. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ക്രിസ്തു നമ്മെ തന്റെ സ്നേഹം കൊണ്ട് സ്വതന്ത്രരാക്കുന്നു. എല്ലാത്തരം പ്രേരണകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും സ്വതന്ത്രരാക്കുന്ന സ്നേഹമാണിത്. സത്യത്തിന്റെ ശിഷ്യരായതിനാൽ നാം ഫാഷനുകളിൽ നിന്ന് സ്വതന്ത്രരാണ്. മരണമല്ല നമ്മെ കാത്തിരിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് നാം ഭാവിയിലേക്ക് തുറവിയുള്ളവരാണ്. മനുഷ്യരായിരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ മിഷൻ. രക്തമാംസങ്ങളുള്ള സ്ത്രീ പുരുഷന്മാരായിരിക്കുക. വെറും പ്രത്യക്ഷങ്ങളല്ല, മറിച്ച് വിശ്വസിക്കാവുന്ന മുഖങ്ങളായി മാറുക. ജനം ആഹാരത്തിനു വേണ്ടി എന്നതുപോലെ നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ മനുഷ്യരാണ്. ഉത്ഥിതനായി ചരിത്രത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന പരിപൂർണ മനുഷ്യനാണ് ക്രിസ്തു. ഉപവിയുടെ പ്രവർത്തനങ്ങളെ അവമതിക്കുന്ന പ്രവണതയുണ്ട്. അത് കാലഹരണപ്പെട്ടുവെന്ന് ചിലർ കരുതുന്നു. അതുകൊണ്ട് സുവിശേഷം വീണ്ടും വീണ്ടും വായിക്കുക അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ലൗകിക മനോഭാവത്തെ സുവിശേഷത്തിന് പകരം വയ്ക്കാൻ ഇടയാകരുത്. സ്പെയിൻ സന്ദർശനത്തിനെത്തിയ പാപ്പ മാഡ്രിഡിലെ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത 6 ലക്ഷത്തോളം യുവജനങ്ങളുമായി ജൂൺ 6 നടത്തിയ സംഭാഷണത്തിൽ നിന്ന്